ഇപ്പം രാത്രി 11 മണി 23-ാം തീയതി വെള്ളിയാഴ്ച. നമ്മൾ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അവൻ്റെ ചെക്കുവിൻ്റെ. എവിടാന്ന് നോക്കാം. അതിൽ വരുന്നുണ്ട്. ഇന്ന് അവന് പുറത്തും പോകണ്ട, ഒന്നും പോകണ്ട. അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ എന്നെ ഇട്ട് ശല്യം ചെയ്യുക, പുറത്ത് പോകണം എന്ന് പറഞ്ഞു. എന്താ എന്താ പരിപാടി? നീ എന്തിനാ കരയുന്നത്? അല്ലേ, അവസാനം ഒരു കുഴപ്പമില്ലേ, ഒരു പ്രശ്നമില്ല. രാവിലെ അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് പുള്ളി അങ്ങനെ ആ കോലത്തിരുന്നത്. അല്ലേടാ? നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ. ഇവരെ എന്തായാലും ഇനി ഷെൽട്ടർ ഹോമിലാക്കുന്നില്ല. പിന്നെ പന്തിയങ്കാരണത്തിൻ്റെ പരിപാടി നോക്കണം. എനിക്കിനി അടുത്ത അവധി കിട്ടുമ്പോഴേ പറ്റുള്ളൂ. അപ്പം കൊല്ലം ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, കൊട്ടാരക്കര കൊല്ലം ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര രൂപ ആവുമെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിക്കു ചിക്കു ബോച്ചേ, നീ ഇവനെന്നാ കുഴപ്പം? എന്നാ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല, പക്ഷേ ഞാൻ കുറേ നാളായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് അങ്ങ് വരുന്നില്ല. കുഴപ്പമില്ല, ഞാനതിന് മോണിറ്റൈസ് ഒന്നുമില്ല, പൈസയൊന്നുമില്ല. കാര്യം ഈ വീഡിയോയ്ക്കാണെങ്കിലും പലരും ചോദിക്കാറുണ്ട് പൈസ. പക്ഷേ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ഒരു മാസം കൂടിപ്പോയാൽ ഒരു 50 രൂപ കിട്ടിയാലായി. അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടത്തൊന്നുമില്ല. കാരണം നമ്മൾ ഇവന്മാരുടെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാറില്ല, അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസം, അത് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്, പോയായിരുന്നു, ചാടിപ്പോയി മിനിങ്ങാന്ന് ചാടിപ്പോയിട്ട് ഇത് കാണിക്കുന്നുണ്ടോ, അങ്ങോട്ട് പോയി മേടിക്കുക. ചാടിപ്പോയിട്ട് ഇന്ന് രാവിലെയാണ് വന്നത്. അതിന് ആയിരുന്നു ആ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടത്. അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അടി മേടിക്കാൻ തന്നെയാണ്. ഭയങ്കര കമ്പനിയാണ് രണ്ടുപേരും കൂടെ. പൂച്ച ഭയങ്കര കരച്ചിലായിരുന്നു രാത്രിയിലൊക്കെ, ഇവനില്ലാത്തതുകൊണ്ട്. എന്നാ നോക്കുന്നേ? ഫുഡ് കിട്ടാൻ സമയമായി, അതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാവിലെ ഫുഡ് കൊടുക്കാമെന്ന്.